ഇന്ന് രാത്രിയിലെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. പ്രത്യേകിച്ചും അപ്പച്ചനെ ഓർത്താണ് ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഇവിടെ ഒരു പ്രോഗ്രാം നടത്താൻ വിചാരിച്ചത്. അപ്പച്ചൻ്റെ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പോയി ഇങ്ങനെ പരിപാടി കേൾക്കാൻ കഴിയാറില്ല. അപ്പോൾ അപ്പച്ചനെ ഇന്ന് രാത്രി അപ്പച്ചന് വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. ഒരു അപ്പച്ചൻ്റെ വീട്ടിൽ അപ്പച്ചൻ്റെ സന്തോഷത്തിനും അമ്മച്ചിയും അപ്പച്ചനും ഒരുപാട് ഇവിടെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളിവിടെ വന്ന് കുടുംബമായിട്ട് എല്ലാവരും കൂടെ എത്ര യാത്ര ചെയ്താലും വേണ്ടില്ല വന്ന് അപ്പച്ചനെ അനുഗ്രഹിക്കണം. ദൈവ സാന്നിധ്യത്തിൽ അപ്പച്ചനെ കൊണ്ടുവരണം അമ്മച്ചിക്ക്. അതുപോലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബം പെരുങ്കുന്നുമലയിൽ അട്ടപ്പാടി ജനിച്ചു വളർന്ന ആൾക്കാരാണ്. പണ്ട് ഞങ്ങൾ പാലക്കാരായിരുന്നു. അവിടെ അട്ടപ്പാടി പോയി. ഞാൻ അട്ടപ്പാടി ജനിച്ച ഒരാളാണ്. ഞാൻ യഥാർത്ഥ അട്ടപ്പാടിക്കാരൻ ഞാനാണ്. ഞാനും എൻ്റെ ആൾക്കാരും. മറ്റുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് അട്ടപ്പാടിയിൽ താമസിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ ദൈവം വൻ കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ആ കുടുംബത്തിൽ പലപ്പോഴും പലയിടത്തുമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന പല ബന്ധുക്കാർ, സുനിൽ, അത് ബന്ധുക്കാർ ഞങ്ങളുടെ ബ്രദറുണ്ടോ, സുനിൽ, റജി, അതുപോലെ അളിയൻ, മൂത്ത അളിയൻ ബേബി, പിന്നെ ആരൊക്കെ ഞാൻ തെറ്റിയതിനോട് നിങ്ങളെല്ലാവരും പറഞ്ഞ് സഹായിക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെല്ലാവരും കല്യാണം കഴിച്ച എല്ലാവരും ഓരോരോ ഭാഗങ്ങളായിരിക്കും. കർത്താവിൻ്റെ വേലയിൽ പല ഭാഗങ്ങളിലും ലോകമെമ്പാടും ഒരുപാട് രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂനെയിൽ. 30 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേകത, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പാട്ടുകാരാണ്. എല്ലാവരും പാട്ടുകാർ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ച ഒരാളാണ്. പാലക്കാട് ചെമ്പൈ മ്യൂസിക് അക്കാഡമിയിൽ. സുനിൽ പാടുക എന്ന് പറഞ്ഞു. സുനിൽ അവസാനം പാടും ലോകം പിരിച്ചുവിടാൻ വേണ്ടി. പിന്നെ എൻ്റെ കൂടെ പഠിച്ചതാണ് ബിജു. സംഗീത കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അന്ന് ബിജു കർത്താവിൽ വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് സുവിശേഷം പറയാറുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കർത്താവിലേക്ക് ഫുൾ ടൈം വന്നിരിക്കുകയാണ്. കർത്താവിലേക്ക് ഫുൾ ടൈം, ഞങ്ങൾക്ക് അറിയാതെ ഫുൾ ടൈം. അതുപോലെ ഞങ്ങളുടെ വേറൊരു പെൺകുട്ടികളുടെ കർത്താവിലേക്ക് വന്ന് വിജയ. അങ്ങനെ ഞങ്ങൾ 3 പേര് ആ സംഗീത കോളേജിൽ പഠിച്ചിരിക്കുന്ന 40 സ്റ്റുഡൻസ്, 80 സ്റ്റുഡൻസ്. അതിൽ 3 പേര് കർത്താവിലേക്ക് വന്ന് ഇപ്പോൾ ഞങ്ങൾ 40 പേര് ഇന്നലെ ആലപ്പിയിലായിരുന്നു. ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ പല ആൾക്കാരുമായിട്ടും ദൈവജനം സംസാരിക്കാനും ദൈവജനം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. ബിജുവിൻ്റെ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന 2 പേരും. വളരെ കലാകാരന്മാർ, പ്രൊഫഷണൽ നിലയിൽ എല്ലാ രീതിയിലും വായിക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തിലുടനീളം. ഇവിടെ മൂവിക്കകത്ത്, സിനിമയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് 4 മൂവിക്ക് പാട്ട് കമ്പോസ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവി സുരേഷ് ഗോപിയുടെ ഇപ്പോൾ വരുന്നു JS അടുത്തായിട്ട് വന്നു. പ്രൊഫഷണൽ നിലയിൽ നിൽക്കുന്നവർ ഇന്ന് രാത്രി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് വളരെ എന്താ പറയുക, ഒരു പ്രിവിലേജാണ്. ഒരു പ്രിവിലേജ് മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, പക്ഷേ ഒരു ഭയങ്കര ഓണേഡ്, വെരി ഓണേഡ്. അങ്ങനെ കുഞ്ഞേട്ടൻ വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ചാകാനായിട്ട് കഴിഞ്ഞു. നമ്മളെല്ലാം ഒരുമിച്ച് ചെറുപ്പത്തിൽ കത്തോലിക്കരായിരുന്നു. അപ്പം എല്ലാ രാത്രിയിലും കച്ചേരിയായിരിക്കും, ഹാർമോണിയം വായിച്ച് തബലയും വായിച്ച് എന്നും പാടലായി അല്ലേ. അതിനുശേഷം കർത്താവ് ഞങ്ങളെല്ലാം വിളിച്ച് വേർതിരിച്ചു. പിന്നെ കർത്താവ് പാടാൻ തുടങ്ങി, അന്ന് യഥാർത്ഥത്തിൽ പാടാൻ തുടങ്ങി. സോ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് പാടും. ഞാൻ ആദ്യമായിട്ടൊരു പാട്ട്
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സുലോകനാഥനാം മശിഹ. ഹല്ലേലൂയ 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 മന്ത്രിയാം ദൈവം നിത്യദാന വീരനാം ദൈവം ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ. കോടിത ദൂതർ സൈന്യവുമായി മേഘരൂഢനായി വരും നീതാ നിരവേ തത്പ്രിയ സുധരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. കോടിത ദൂതർ സൈന്യം